men and women definitely are built very differently. അത് അല്ലെ, ഫിസിക്കലി ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെയല്ല പറയണേ. ഐ ഹാവ് ഹേർഡ് ദിസ് ഇന്റർവ്യൂ പ്രിയങ്ക ചോപ്ര had given, അല്ലെ, സെയിം തിങ്ങില് she was talking about it. We are built very differently and we are only talking about, so അവരും ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംസാരിക്കണേ. She is gone outside India and worked everywhere. Appo maybe this is a pertinent thing worldwide, everywhere maybe. At least we are fortunate that ഇവിടെ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. പണ്ട് ആൾക്കാർ സംസാരിക്കാൻ പേടിക്കുമായിരുന്നല്ലോ, ഇപ്പൊ ആൾക്കാർ പേടിയില്ലാതെ പുറത്തൊന്ന് സംസാരിക്കാൻ തുടങ്ങിയില്ലേ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ചെറിയ, കളക്റ്റീവില് മെമ്പേഴ്സ് അല്ലാത്ത, കളക്റ്റീവിന്റെ ഒരു രീതിയിലും അസോസിയേറ്റഡ് അല്ലാത്ത എത്രയോ സ്ത്രീകൾ ഓൺലൈനിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. പീപ്പിൾ ആർ കമ്മിങ് ഫോർവേഡ് ടു സ്പീക്ക് അപ്പ്. അത് ഭയങ്കര നല്ലൊരു ചേഞ്ച് അല്ലേ. സോ ഈ പേയുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈക്വൽ പേ അല്ലല്ലോ പറയുന്നത്, ഫെയർ പേ ആണ് പറയുന്നത്. ഫെയർ പേ ഒരാളുടെ എക്സ്പീരിയൻസും അയാളുടെ വർക്ക് അവേഴ്സും കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊരു ഫെയർ പേ. ഇപ്പൊ സാറ്റലൈറ്റ് വാല്യൂ, കൊമേഴ്ഷ്യൽ വയബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വി ആർ ഓൾ വെരി മൈൻഡ്ഫുൾ ആൻഡ് വെരി അവെയർ ഓഫ് ഇറ്റ്. ഈവൻ വെൻ ദർ ഹാവ് ബീൻ ഇൻസ്റ്റൻസസ് വെർ എൻ്റെ സുഹൃത്തുക്കൾ ചിലർ സിനിമകൾ പിച്ച് ചെയ്തിട്ട് പോകുമ്പോൾ അതിലിപ്പോൾ 3 സ്ത്രീകൾ ലീഡ് ചെയ്യുന്ന കഥയാണെങ്കിൽ ഇതേ പ്ലോട്ട് മാറ്റിയിട്ട് ഇന്ന ആക്ടേഴ്സിനെ വെച്ചിട്ട് കൊണ്ടുവന്നാൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇറ്റ്സ് പ്യൂർലി ബിക്കോസ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് അവർ സ്ത്രീ വിരുദ്ധത കാണിക്കുന്നതെന്നല്ല, അങ്ങനെ അവർ കൊമേഴ്ഷ്യൽ വയബിലിറ്റി മാത്രം നോക്കി സംസാരിക്കുന്നുണ്ട്. സോ നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഈക്വൽ പേ. ഇറ്റ് ഈസ് അബൌട്ട്, അത് ഓൾസോ ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് ആക്ടേഴ്സിന്റെ മാത്രമല്ല, എല്ലാവരുടെയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മിനിമം വേജസ് ഉറപ്പുവരുത്തുക എന്നുള്ളതുണ്ട്. അഗ്രി ചെയ്ത എമൗണ്ട് കിട്ടാത്ത കേസസ് എത്രയുണ്ട്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ തന്നെ എനിക്ക് അഗ്രി ചെയ്ത എമൗണ്ട് കിട്ടാത്ത കേസ് ഉണ്ട്. ഫൈനലി ഐ സ്റ്റാർട്ടഡ് സീക്കിംഗ് 50% അഡ്വാൻസ്. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് 50% അഡ്വാൻസ് എങ്കിലും കിട്ടും. മറ്റേത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അവര് അയ്യോ നഷ്ടമാണ്, ഒന്നും കളക്ഷൻ വന്നിട്ടില്ല, പിന്നെ എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് മോശമായതുകൊണ്ട് ആൾക്കാർ വന്നില്ല എന്ന് പറയും. അത് ഭയങ്കര ഈസിയാണ്. സോ ഇറ്റ്സ് എ താങ്ക്ലെസ് ജോബ്. Like no matter what you do, how much visibility you create and everything, ultimately your product should sell. And what people also largely fail to understand is that post the COVID culture, the OTT culture, ആൾക്കാരുടെ തിയേറ്റർ ബിഹേവിയർ തന്നെ മാറിയിട്ടുണ്ട്. അൺലെസ് എ മൂവി ഡിമാൻഡ്സ് എ വിഷ്വൽ എക്സ്പീരിയൻസ് ഓർ എ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഓർ എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ആ OTT വരുമല്ലോ അപ്പൊ കാണാം എന്നുള്ള രീതിയിലേക്ക് ഓഡിയൻസസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് അവരും കൂടെ മനസ്സിലാക്കണം. കാരണം എല്ലാ സിനിമകളും ബാഹുബലിയല്ല, എല്ലാം ചില സിനിമകൾ ചെറിയ സിനിമകളാണ് അത്. സോ പീപ്പിൾ ആർ ഫീലിംഗ് ലൈക്ക്, ഇപ്പോൾ നമ്മളിവിടെ 2018 പോലത്തെ ഒരു സിനിമ വന്നു, 2018 വന്നു, ഇമോഷണലി നമ്മളെല്ലാവരും ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടും ഭയങ്കര ഹ്യൂജ്ലി അത് വർക്കായി. അത് കഴിഞ്ഞ ഉടനെ പടം ഇറക്കിയാൽ ചിലപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ കയറുന്ന കുറേ പേർക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇപ്പൊ അവര് തിയേറ്ററിൽ പോവുകയാണെങ്കിൽ ഇവർക്കൊക്കെ മന്ത്ലി ബജറ്റ്സ് ഉണ്ടാവുമല്ലോ. മന്ത്ലി ബജറ്റ്സിൽ വർക്ക് ചെയ്യുന്നതാണ് സാധാരണക്കാരുടെ കുടുംബങ്ങളെല്ലാം. അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക. എന്റർടൈൻമെന്റ് ഏറ്റവും അവസാനമായിരിക്കും വരിക. ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് മാത്രമല്ല എടുക്കണത് നമ്മൾ. ഓക്കെ, അവിടുത്തെ പോപ്കോൺ, അവിടുത്തെ ഡ്രിങ്ക്സ് എല്ലാം കൂടെ ഒരു ചെലവുണ്ട്. ഒരു 3000 രൂപ പോയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ 3000 രൂപ സ്പെൻഡ് ചെയ്യില്ല അടുത്ത സിനിമ കാണാൻ. ബിക്കോസ് അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആ ഒരു ചേഞ്ച് മാറിയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പേയ്മെന്റ് കൊടുക്കുമ്പോൾ എഗെയിൻ ഈ ഒരു ബേസിക് ഉറപ്പുവരുത്തൽ ഉണ്ടാവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പറയുന്നത് ഫെയർ പേ. എല്ലാവർക്കും ജോലി ചെയ്തിട്ടുണ്ടോ, ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഇഫ് യു ഹാവ് ഇൻവെസ്റ്റഡ് X നമ്പർ ഓഫ് അവേഴ്സ് ഇൻ ടു ദ പ്രോജക്റ്റ്, യു ഡിസേർവ് ടു ബി പെയ്ഡ്. ഒരു അഗ്രീഡ് എമൗണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ് അഗ്രീഡ് അപ്പോൺ, അതുപോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ ബേസിക് സംഭവിക്കുന്നില്ല. സോ ഇഫ് യു ആർ ഗുഡ് അറ്റ് വാട്ട് യു ആർ ഡൂയിങ്, യുവർ ജെൻഡർ ഷുഡൻറ്റ് മാറ്റർ ദെയർ. It's as simple as that. And again, there is another relevant conversation which we have been having is about pay parity. ആൻഡ് നമ്മൾ ഈക്വൽ പേ അല്ലല്ലോ പറയുന്നത്, ഫെയർ പേ ആണല്ലോ പറയുന്നത്. അതർ ദാൻ ദ മെയിൻ ടെക്നീഷ്യൻസ് ആൻഡ് കാസ്റ്റ് ഹു ഹാവ് എഗ്രിമെന്റ്സ് ആൻഡ് റെമ്യൂണറേഷൻസ് അഗ്രീഡ് അപ്പോൺ. ഇപ്പോൾ ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആരാണ് ഇവരുടെ ഡെയിലി വേജ് നിർണ്ണയിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു ബാറ്റ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഇത് എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഐ ഡോണ്ട് ഹാവ് ക്ലാരിറ്റി വെൻ ഐ വർക്ക് ഓൺ എ ഫിലിം. ഇപ്പോൾ അവിടെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ശമ്പളം കിട്ടണതിനെ കുറിച്ചിട്ട് ഐ ഡോണ്ട് നോ ഓഫ് എനി ഡേറ്റാബേസ് ദാറ്റ് ഹാസ്
has complete profile of people, technicians available in the industry, where we can go and look for, okay, ഇത്ര ആൾക്കാർ അവൈലബിൾ ആണ്, സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഇത്രയും ആൾക്കാരുണ്ട്, എഡിറ്റിംഗ് ചെയ്യുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനമില്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹീറോയിന് കിട്ടുന്ന സെയിം എമൗണ്ട് ഹീറോയിന് കൊടുക്കണം എന്നുള്ളതല്ല. ബിക്കോസ് എവ്രി വൺ ഇസ് വെരി അവെയർ ഓഫ് സാറ്റലൈറ്റ് വാല്യൂ എന്നുള്ള. അതൊക്കെ മാറണമെങ്കിൽ കുറേയും കൂടെ ഈ കണ്ടന്റിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. കണ്ടന്റിൽ വരുന്ന മാറ്റങ്ങൾ, തിയേറ്റേഴ്സ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. കാരണം നമ്മളൊരു സിനിമ ഇറക്കുക എന്ന് പറയുമ്പോൾ തിയേറ്റർ സപ്പോർട്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കറക്റ്റ് ഷോ ടൈമിങ്സ് കിട്ടുക. ഇപ്പോൾ ഒരു രാവിലെ 10 മണിയുടെ ഷോ കിട്ടിയോണ്ട് കാര്യമില്ല, വീക്ക് ഡേയ്സിൽ ആരും പോകില്ല. ഈവനിങ് ഷോ ടൈമിങ്സ് കിട്ടുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. എല്ലാ വെർട്ടിക്കൽസും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സിനിമ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ അഗൈൻ ഇറ്റ് വിൽ സ്റ്റേ ഫ്രാഗ്മെന്റഡ്. സോ ഹൗ ഐ ലുക്ക് അറ്റ് ഇറ്റ് ആസ് എ ടെക്നീഷ്യൻ ഇസ്, ഇഫ് all of these unions and associations come together and have an open conversation, maybe there is hope. We are putting the onus back onto the survivor. Again, ഒരാള് ലീഗലി മൂവ് ചെയ്യണോ എന്നുള്ളത്, പോലീസ് കംപ്ലൈന്റ് കൊടുക്കണോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ്. ഓൾറെഡി അവരൊരു സർട്ടൻ സാധനം ഒരു എൻജോർ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അത് പറഞ്ഞ് അവരെ ഹരസ് ചെയ്ത്, വി കാൺ ഹരാസ് ദം ടു ടോക്ക് അബൌട്ട് ഹരാസ്മെന്റ്. We should just let them be, let them live, let them heal, they have the right to work and live with dignity. നമ്മൾ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. If somebody wants to file a complaint, they should go ahead and do it. And if somebody doesn't want to, they just want to share what they have. Because ഇപ്പോൾ തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെ അവർ അനോണിമിറ്റി, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ മൊഴികൾ കൊടുത്തിട്ടുള്ളത്. അത് ഇത്രയും വർഷങ്ങളായിട്ട് അവരിത് പറയാൻ ഭയന്നിട്ട് പിന്നെ പേടിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ. സ്റ്റിൽ ദേ ഹാവ് കം ഫോർവേഡ് ബിക്കോസ് ഗ്രേറ്റർ ഗുഡ് ആലോചിച്ചിട്ടാണല്ലോ അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഡിസ്മിസ് ചെയ്തിട്ട് അഗൈൻ പുട്ടിങ് ഇറ്റ് ബാക്ക് ഓൺ ദെം ടു ഡു it. Now it is our turn to support them back. Now it is our turn to ensure that at least people coming to work in cinema as an industry will not face something similar to what they have endured in the past. അതാണ് നമ്മൾ സൊല്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ച് വേണം എന്ന് പറയുന്നത്. റിപ്പീറ്റഡ്ലി ഐ ഹാവ് ഓൺലി ബീൻ റിപ്പീറ്റിംഗ് ദിസ് ബിക്കോസ് അതിപ്പോൾ ഓർഗനൈസേഷൻസ് ആണെങ്കിലും ആരാണെങ്കിലും പറയാണ്, അവർ വേണമെങ്കിൽ പരാതി തരട്ടെ, പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ, നമ്മൾ എന്താച്ചാൽ ചെയ്യാം എന്ന് പറയുന്നത് ഭയങ്കര insensitive and inhuman ആണ്. I feel it's about time we stopped putting the onus back on the survivors. It is time for us to hold them close to us and to appreciate their courage to speak up, no matter how long it took for them to speak up. It doesn't matter. It's also very important that you brought up how, like, people expect victims to fall into a certain image, right, and a certain response. And because a lot of people after watching Atam എന്നോട് പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് അഞ്ജലി നിയമപരമായ ഒരു നടപടി എടുത്തില്ല, എന്തുകൊണ്ട് ഒരു ലീഗൽ റൂട്ട് പെർസ്യൂ ചെയ്തില്ല? ബിക്കോസ് എവറിഥിങ് ഹാസ് ടു ഹാവ് എ ഡെറ്ററൻറ്റ്, റൈറ്റ്? You can't judge how a person responds to a situation. For her, like her making a play was her way of processing it, right? That is just her subjective like interest and need. So putting this onus on, like, again there's like the responsibility of like follow through and action comes on us. Whereas like I feel like we hold movies far more accountable than our own politicians. And it's sad that, you know, all of these political opinions, discussions on social media have come to that. Also, certain pages ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. അതുകൂടി റിലീസ് ചെയ്യണമെന്നുള്ളതും WCCയുടെ ഡിമാൻഡ് ആണ്. അല്ല, നമ്മൾ ആ പേജസിൽ ഇപ്പം എന്താ ഉള്ളത് നമുക്കറിയില്ല. അപ്പം അതിൽ പേരുകളായിരിക്കാം. അത് ഇപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വൺ തിങ് ഐ വുഡ് ലൈക്ക് ടു അഗൈൻ റിറ്റീരിയറേറ്റ് ആൻഡ് clarify is that WCC has always protected survivors, and whoever has given the അവരുടെ ബേസിക് സേഫ്റ്റി അവരുടെ ഇത് എൻഷുർ ചെയ്തുകൊണ്ട് തന്നെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അവിടെ ഹൈറാർക്കി ഇല്ല. എന്ത് സാധനം ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ മെയിൽ ചെയിനിലും വരാറുണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങളും എടുക്കാറുണ്ട്. അതായത് ഒരാളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള
ഒരു പരിപാടിയും അവിടെ നടക്കാറില്ല. എവറിത്തിങ് ഈസ് ഔട്ട് ദെയർ ഫോർ എവറിബഡി ടു ഡിസ്കസ് ആൻഡ് വോയിസ് യുവർ ഒപ്പീനിയൻ. എവറി വൺ ഹാസ് എ സ്പേസ് ദെയർ. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ കുറച്ചുപേര് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഐ ആം എ സ്റ്റുഡൻറ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഐ ഹാവ് എ PhD in communication. Interestingly, I have studied Kerala. My case study is social media and evolution of communication. It's a case study of Kerala. That's when I decided to start my company. ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് തോന്നി. അവയർനെസ് ഇല്ലായ്മ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ്. അക്കാഡമിക് ഇപ്പോൾ അവിടെ ഫാത്തിമ ബേഗം റിസർച്ച് നെറ്റ്വർക്ക് പോലത്തെ ഞങ്ങളുടെ അഫിലിയേറ്റഡ് സാധനങ്ങളുണ്ട്. WCCക്ക് PK റോസി ഫിലിം സൊസൈറ്റി ഉണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയും കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നില്ലല്ലോ. Quietly also, we have been quietly doing the work. A lot of us have been quietly doing the work. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ റിസൾട്ടിൻ്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.